പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22 കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. സ്വതവേ മീനൻ രാശിക്കാർക്ക് വ്യാഴം 5-ൽ നിൽക്കുന്നു, ശുക്രൻ 5-ലാണ്. വളരെയധികം സമാധാനപരമായ അന്തരീക്ഷം മാനസികമായും സാമ്പത്തികമായും ഒക്കെ അനുഭവിക്കുന്ന സമയമാണ്. സന്താന വിഷയത്തെങ്കിലും വളരെയധികം ഗുണങ്ങൾ വരും. ഇവിടെ ബുധൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. മീനൻ രാശിയെ സംബന്ധിച്ചോളം ബുധൻ അവരുടെ സുഖം, സ്വസ്ഥത, വീട് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. പിന്നീട് അവരുടെ വിവാഹ വിഷയവുമായി ബന്ധപ്പെടുന്ന, യാത്രയുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങളിൽ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. അതിനാൽ ഇവിടെ 5-ാം ഭാവത്തിൽ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് റിസർച്ച് സ്കോളേഴ്സ്, എഴുത്തുകാർ, രചയിതാക്കൾ ഇവർക്കൊക്കെ തന്നെ വളരെയധികം ഗുണം വരും. പഠനം പൂർത്തീകരിക്കുന്നവർക്ക് തന്നെ പരീക്ഷ എഴുതി മുന്നോട്ട് പോകാം. വളരെയധികം വലിയ തരത്തിലുള്ള ഒരു പ്രോഗ്രസീവായ ഒരു അവസ്ഥ ഈ ബുധൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രദാനം ചെയ്യും. വയസ്സാദ്യമേ പുത്ര ഗർഭോന തിഷ്ഠേത് ഭവൈത്തസ്യ മേധ അർത്ഥസമ്പാദയത്രി, ധനം സമ്പാദിക്കുവാനുള്ള വലിയ താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ബുദ്ധി കൈവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാലുള്ള കൺസൾട്ടൻസിനും മറ്റ് വിദേശത്തേക്ക് ആളെ കയറ്റിയേക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വിദേശത്തേക്ക് കാർഗോ, കൊറിയർ ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കൊക്കെ തന്നെ പുതിയ സംരംഭം ഉത്തമമായ രീതിയിൽ മീനൻ രാശിക്കാർക്ക് മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, ജലവുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണെന്ന് അറിയണം. അത്ര ശക്തമാണ് 5-ാം ഭാവത്തിലൂടെ നിൽക്കുന്ന ബുധൻ. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ജലാർജിത സ്വഹ, ജലത്തിലൂടെ തനിക്ക് ധനം വരും. സ്വന്തം ജനങ്ങൾ ശത്രുക്കളാവും എന്നൊരു ഫലമുണ്ട്. കാരണം 4-ാം ഭാവാധിപനാണ്. അതിനാൽ കൂട്ടുകച്ചവടം, സ്വന്തം ബന്ധുക്കളുമായി ചേർന്ന വ്യാപാര വിഷയത്തിലൊക്കെ തർക്കങ്ങളൊക്കെ ഉടലെടുക്കാം. ഇവിടെ നന്നായി പ്രാർത്ഥിക്കുക. ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഃ എന്ന മന്ത്ര പ്രാർത്ഥനയിലൂടെ തന്നെ ഉപാസന ചെയ്ത് മുമ്പോട്ട് നയിക്കാൻ പ്രാപ്തരാകട്ടെ മീനം രാശിക്കാർ. വളരെ നല്ലൊരു സമയമാണ് മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒന്നും കൂടി അടിവരയിട്ട് ഈ ബുധൻ്റെ ഈ വരവ് നല്ല മാറ്റങ്ങൾക്ക് കാലികമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.